നമസ്കാരം. നമുക്കറിയാം ഈ ജനുവരി 13-ാം തീയതി പ്രയാഗ്രാജിൽ കുംഭമേള തുടങ്ങുകയാണ്. കഴിഞ്ഞ തവണ ഞാൻ കുംഭമേളയ്ക്ക് പോയപ്പോൾ, അതായത് അന്ന് കുംഭമേള 3 തരമുള്ളത്: പൂർണ്ണ കുംഭമേള, അർദ്ധ കുംഭമേള, പിന്നെ മഹാകുംഭമേള. മഹാകുംഭമേള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 144 വർഷം കൂടുമ്പോഴാണ് മഹാകുംഭമേള നടക്കുക. ആ കുംഭമേളയാണ് ഇപ്പോൾ ഇത്തവണ നടക്കാൻ പോകുന്നത്. അതായത് ഒരു മനുഷ്യന് ഭാഗ്യമുണ്ടെങ്കിൽ മാത്രം കാണാൻ പറ്റുന്ന ഒരു കുംഭമേളയാണ് മഹാകുംഭമേള. അതിന് സമയവും പണവും മാത്രം പോരാ, നമ്മുടെ ആയുസ്സും വേണം. അങ്ങനത്തെ ഒരു കുംഭമേളയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അപ്പോൾ അവിടേക്ക് എങ്ങനെ എത്തിച്ചേരാം, എന്തൊക്കെയാണ് അവിടുത്തെ സജ്ജീകരണങ്ങൾ, എപ്പോഴൊക്കെയാണ് പ്രധാന ദിനങ്ങൾ, അതിൻ്റെ ചരിത്രം എന്താണ്, ഐതിഹ്യം എന്താണ്, ഇതൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും പുതുവർഷത്തിലെ ആശംസകൾ നേർന്നുകൊണ്ട് കുംഭമേളയിലേക്ക്. കുംഭമേള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആൾക്കൂട്ട ഉത്സവം എന്ന് ഗിന്നസ് റെക്കോർഡ് കിട്ടിയ ഒരു മഹാ അത്ഭുതം. ഭാരത മണ്ണിൽ അത് എങ്ങനെ പിറവി കൊണ്ടു, എങ്ങനെ നൂറ്റാണ്ടുകളായി ആഘോഷിക്കപ്പെടുന്നു. ഏറ്റവും രസകരമായിട്ട് ഒരു കാര്യം കൂടി പറയട്ടെ. വായിച്ചപ്പോൾ കിട്ടിയ ഒരു അറിവ് മാത്രം. പണ്ട് ഈ കുംഭമേളയ്ക്ക് ബ്രിട്ടീഷുകാർ 1 രൂപ നികുതി ഏർപ്പെടുത്തിയത്രേ. കുംഭമേള കാണാൻ വരുന്ന ആർക്കും 1 രൂപ കൊടുക്കണം എന്ന ഒരു മഹാനിയമം. ആ നിയമത്തിനെയും അതിജീവിച്ചു എന്ന് പറയുന്നു കുംഭമേള. ഇന്ത്യക്കാരും വിദേശികളുമായി ഇത്തവണ ഏകദേശം 40 കോടി പേർ കുംഭമേളയിൽ പങ്കെടുക്കും എന്നാണ് UP ഗവൺമെന്റ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഏകദേശം 6500 കോടി രൂപയാണ് ഈ കുംഭമേളയ്ക്കായി UP സർക്കാർ വകയിരുത്തിയിരിക്കുന്നത്. ISRO വഴി അന്തരീക്ഷത്തിൽ കൂടിയും കുംഭമേള കാണാവുന്ന രീതിയിലുള്ള സംവിധാനങ്ങളും ഇത്തവണ കുംഭമേളയിൽ രൂപപ്പെടുത്തിയെടുത്തിട്ടുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ എന്തിനാണ് ഒരു കുംഭമേള എന്ന ഒരു ചോദ്യം നമ്മുടെ മനസ്സിൽ ഉയരാം. അത് നമ്മൾ കേരളീയർ ആയതുകൊണ്ട് മാത്രം തോന്നുന്നതാണ്. 6500 കോടി വിശ്വാസത്തിന്റെ പേരിൽ അവിടെ ഇറക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ എത്രയോ ഇരട്ടിയായിരിക്കും തിരിച്ചു വരുമാനം. അത് ഇതിന്റെ ഒരു കച്ചവടവശം മാത്രം. പിന്നെ കുംഭമേളയുടെ ഇതിഹാസവും ചരിത്രവും പരിശോധിക്കുകയാണെങ്കിൽ ഒരു കുംഭമേളയില്ലാത്ത ഭാരതത്തിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും വയ്യ എന്നതാണ് അതിന്റെ ആത്മീയ വശം. പിന്നെ കുംഭമേള ഒരു നഗ്നതാ പ്രദർശനമായി കണ്ടുകൊണ്ട് ആ രീതിയിൽ അതിനെ വിലയിരുത്തുന്നവരോടും അത് കാണുവാനായിട്ട് അങ്ങോട്ട് വരുന്നവരോടും എനിക്ക് പറയുവാൻ ഒരു വാക്ക് മാത്രം: ശരീരബോധം നഷ്ടപ്പെട്ടവരുടെയും ആ തലത്തിലേക്ക് എത്തിച്ചേരുവാൻ ആഗ്രഹിക്കുന്നവരുടെയും ഒത്തുകൂടൽ എന്നതിനുമപ്പുറം ഭാരതത്തിന്റെ മഹാപാരമ്പര്യം ലോക അംഗീകാരത്തിലേക്ക് ഇനിയും ഉയരുവാൻ പോകുന്നു എന്ന മഹാസത്യത്തിന്റെ ഒരു തിരിച്ചറിവ് കൂടിയാണ് ഈ കുംഭമേള 2025 നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ വേണം നമ്മൾ ഈ മഹാ ഉത്സവത്തിനെ കാണാൻ എന്ന ഒരു ചെറിയ അഭ്യർത്ഥന കൂടി എനിക്കുണ്ട്. അടുത്തതായി ഇനി നമ്മൾ കേരളീയർക്ക് എങ്ങനെ കുംഭമേള നഗരിയിലേക്ക് എത്തിച്ചേരാം എന്നതിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. കുംഭമേള പ്രധാനമായും 4 സ്ഥലങ്ങളാണ് നടക്കുക: നാസിക്, ഉജ്ജയിനി, ഹരിദ്വാർ, പിന്നെ പ്രയാഗ്രാജ്. ഇത്തവണത്തെ കുംഭമേള ഏറ്റവും അധികം പ്രാധാന്യം അറിയിക്കുന്നത് പ്രയാഗ്രാജിലെ കുംഭമേളയായിട്ടാണ്. അതിന്റെ കാരണം ത്രിവേണി സംഗമം നടക്കുന്ന ഒരേ ഒരു സ്ഥലം പ്രയാഗ്രാജാണ്. ഗംഗ, യമുന, സരസ്വതി ഈ 3 നദികളും ഒത്തുചേരുന്ന ആ മഹാസംഗമ സ്ഥാനം. അവിടെയാണ് ഇത്തവണത്തെ കുംഭമേള പ്രധാനമായും നടക്കുന്നത്. അവിടേക്ക് എത്തിച്ചേരാനായിട്ട് ആഴ്ചയിൽ ഒരിക്കൽ എറണാകുളം പത്മ എക്സ്പ്രസ് ശനിയാഴ്ച രാത്രി പുറപ്പെട്ട് ചൊവ്വാഴ്ച പുലർച്ചെ എത്തും. പിന്നെ കാൺപൂരിലേക്ക് പോകുന്ന ഭക്തിസാഗർ എക്സ്പ്രസ് ആഴ്ചയിൽ 4 ദിവസമുണ്ട്. അത് കാൺപൂരിൽ ചെന്നിറങ്ങി അവിടെ നിന്നും ദില്ലി പ്രയാഗ്രാജ് ട്രെയിൻ ഇഷ്ടംപോലെ അവിടെ ലഭിക്കുന്നതായിരിക്കും. ആ ട്രെയിനിൽ കയറിയും നമുക്ക് പ്രയാഗ്രാജിൽ എത്താം. പിന്നെ മംഗലാപുരം എക്സ്പ്രസ് പുതുതായിട്ട് കുംഭമേളയ്ക്കായിട്ട് ഒരെണ്ണം അനുവദിച്ച് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ തിരുവനന്തപുരം ഗയ എക്സ്പ്രസ് എന്ന് പറഞ്ഞ ഒരു എക്സ്പ്രസ് കൂടി കുംഭമേളയ്ക്കായിട്ട് അനുവദിച്ച് തന്നിട്ടുണ്ട്. വീണ്ടും 1, 2, 3 ട്രെയിൻ കൂടിയും അനുവദിക്കും എന്ന് കേൾക്കപ്പെടുന്നു. അതിനെക്കുറിച്ചൊന്നും അറിയില്ല. കുംഭമേളയ്ക്കായിട്ട് പ്രയാഗ്രാജിലേക്കുള്ള ഡയറക്ട് ട്രെയിനുകളൊക്കെ ഫുള്ളാണ്. അതുകൊണ്ട് തന്നെ 4 ദിവസത്തേക്ക് ഡൽഹി ട്രെയിനിൽ കയറി കാൺപൂരിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് പ്രയാഗ്രാജിലേക്ക് മറ്റൊരു ട്രെയിൻ കയറി അവിടെ എത്തുന്നതായിരിക്കും അഭികാമ്യം എന്നതാണ് എൻ്റെ ഒരു അറിവ്. ഞാൻ അങ്ങനെയാണ് ഇത്തവണ പോകുവാൻ ഉദ്ദേശിച്ചിരുന്നത്. കഴിഞ്ഞ തവണ ഞാൻ പോയത് കൊച്ചിയിൽ നിന്നും ലക്നൌവിലേക്ക് കയറി ലക്നൌവിൽ നിന്നും പ്രയാഗ്രാജിലേക്ക് ബസ് മാർഗമാണ് ഞാൻ എത്തിയത്. അങ്ങനെയാണെങ്കിലും നമുക്കൊരു ദിവസം നഷ്ടമാണ്. വിമാനയാത്രയുടെ ആ സമയലാഭം ഈ ബസ് യാത്രയിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകും എന്നുള്ളതാണ് അതിന്റെ കാരണം. അതുകൊണ്ട് തന്നെ ട്രെയിൻ യാത്രയായിരിക്കും കുറച്ചുകൂടി അഭികാമ്യം എന്നെനിക്ക് തോന്നുന്നു. കുംഭമേളയ്ക്കായി ഒരുപാട് സജ്ജീകരണങ്ങൾ ഗവൺമെന്റ് ചെയ്തു തന്നിട്ട് ഉണ്ടെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു മഹത്തായ കാര്യമുണ്ട്. 45 ദിവസത്തെ കുംഭമേളയാണ് നടക്കുന്നത്. ജനുവരി 13 തൊട്ട് ഫെബ്രുവരി 26 വരെ. ഇതിനിടയിൽ 6 ദിവസമാണ് ഏറ്റവും പ്രധാന ദിവസങ്ങൾ. രാജകീയ സ്നാന ദിവസങ്ങൾ എന്ന്
മലയാള ഭാഷയിൽ പറയാം. ഹിമാലയത്തിലും വിദൂരതയിൽ വസിക്കുന്ന കാനനത്തിൽ വസിക്കുന്ന സന്യാസിമാര്, നാഗവാപകൾ, അഘോരീസ് എന്നുവേണ്ട സന്യാസം ജീവിതമുറയായി സ്വീകരിച്ച എല്ലാവരും എത്തിച്ചേർന്ന് ആ ദിവസമാണ് ഒരുമിച്ച് പ്രയാഗ്രാജിലെ ആ ത്രിവേണി സംഗമത്തിൽ മുങ്ങി നിവരുക. ആ സ്ഥലത്തേക്ക് ആ സമയത്ത് അവിടെ എത്തിച്ചേരണമെങ്കിൽ നമ്മൾ 2 ദിവസം മുന്നെങ്കിലും പ്രയാഗ്രാജിലെത്തി റൂം എടുത്ത് രജിസ്ട്രേഷൻ നടത്തിയിരിക്കണം. അതിനുശേഷം ഈ 6 ദിവസങ്ങൾക്ക് ശേഷം 2 ദിവസം കഴിഞ്ഞ ശേഷം നമുക്ക് അവിടുന്ന് പുറത്തിറങ്ങാനും പറ്റുള്ളൂ. അപ്പൊ ഏകദേശം 5, 6, 7 ദിവസം പ്രയാഗ്രാജിലെ ഉള്ളിൽ തന്നെ നമുക്ക് തങ്ങേണ്ടതായി വരും. അത് വളരെയധികം ശ്രദ്ധിക്കുക. ഏറ്റവും മഹത്തായ ആ 6 ദിവസങ്ങൾ കാണണമെങ്കിൽ നമ്മൾ അതിനുവേണ്ടി അത്രയ്ക്കധികം സമയവും ദിവസങ്ങളും ചെലവാക്കേണ്ടി വരും. ഇനി ഏതൊക്കെയാണ് ആ 6 ദിവസങ്ങൾ എന്ന്? 13-ാം തീയതി തുടങ്ങുന്ന പുഷ്പപൂർണിമ, 14-ാം തീയതി മകരസംക്രാന്തി, ജനുവരി 29-ാം തീയതി മൗനി അമാവാസി, ഫെബ്രുവരി 3-ാം തീയതി ബസന്ത പഞ്ചമി, ഫെബ്രുവരി 12-ാം തീയതി മാഘി പൂർണിമ, പിന്നെ 26-ാം തീയതി മഹാശിവരാത്രി. ഈ മഹാശിവരാത്രി നാളിലാണ് ഞാൻ പോകാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. പറ്റുമോ എന്നറിയില്ല. ഇതുവരെ ടിക്കറ്റ് ബുക്കും ചെയ്തിട്ടില്ല. കാരണം ഒരുപാട് പ്രശ്നങ്ങൾ എനിക്ക് ചുറ്റുമുണ്ട്. എങ്കിലും പരമാവധി ശ്രമിക്കും. കാരണം ഇനിയൊരു മഹാകുംഭമേള വരണമെങ്കിൽ 144 വർഷം കാത്തിരിക്കണം. ആ കാത്തിരിപ്പനായിട്ട് നമുക്കൊരു ജന്മം ബാക്കിയില്ല എന്നുള്ളതാണ് സത്യം. ഇനി പ്രയാഗ്രാജിലും പിന്നെ സമീപ പ്രദേശങ്ങളിലും കാണാൻ പറ്റുന്ന സ്ഥലങ്ങളെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഏറ്റവും ആദ്യം പറയട്ടെ, പ്രയാഗ്രാജിൽ നിന്നും ഏകദേശം 140-160 കിലോമീറ്റർ മുകളിലായിട്ടാണ് അയോധ്യ സ്ഥിതി ചെയ്യുന്നത്. നേരെ അടിയിലാണ് വാരണാസി സ്ഥിതി ചെയ്യുന്നത്. ഇത് രണ്ടും മാത്രം കണ്ടാൽ നമ്മുടെ ജീവിത ജന്മം സഫലമായി എന്ന് തന്നെ പറയാം. അതിനായിട്ട് നമുക്ക് ഏകദേശം 6 ദിവസം വീണ്ടും മാറ്റി വെക്കേണ്ടി വരും. മറ്റ് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതിനെക്കുറിച്ചുള്ള വിശദമായൊരു വീഡിയോ ഈ വീഡിയോ ഇട്ടതിന് ശേഷം ഞാൻ ചെയ്യുന്നതായിരിക്കും. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ് പ്രയാഗ്രാജിൽ ഈ സ്നാനം ഇത്രയും പ്രസിദ്ധമാകുന്നത്? ഇവിടെ സംഗമിക്കുന്നത് ത്രിവേണി സംഗമം എന്ന് ഞാൻ മുന്നേ പ്രതിപാദിച്ചുവല്ലോ. ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന ഗംഗ, യമുന, സരസ്വതി ഈ 3 നദികളുടെയും സംഗമസ്ഥാനമാണ് പ്രയാഗ്രാജ്. പക്ഷേ ഇവിടെ ഗംഗയും യമുനയും ഒരുമിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. സരസ്വതി നദി ഭൂമിയുടെ അടിയിൽ നിന്നും മുകളിലേക്ക് വന്ന് ഒത്തുചേരുന്നു എന്നാണ് സങ്കല്പം. ഞാൻ വായിച്ച പുസ്തകങ്ങളിൽ കണ്ടത്. എങ്കിൽ കൂടി സരസ്വതി ദേവിനെ നമുക്ക് ഒരു സ്ഥലത്ത് കാണാൻ പറ്റും. അത് ബദ്രിനാഥിലെ മനാഗാവിലാണ്. ഈ മനാഗാവിൽ സരസ്വതി നദി ഉത്ഭവിച്ച് അവിടെ തന്നെ ഭൂമിയുടെ അടിയിലേക്ക് പോകുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ആ സ്ഥലം. പക്ഷെ ഞാൻ ഇതിന്റെ അടിയിലേക്ക് പോയിട്ട് നോക്കുന്നില്ല. കാരണം നമ്മൾ ഒരു യാത്ര വരുന്നത് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ അടിയിൽ പോയി ഞാൻ നോക്കിയാൽ പുറത്തേക്ക് തിരിച്ചെത്തില്ല എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. ഇതാണ് ആ സ്ഥലം എന്ന് കാണിച്ചു തരുന്നു. ഇതാണ് ആ പുണ്യസ്ഥലം. സരസ്വതി ദേവി ഇവിടെയാണ് ഭൂമിയുടെ അടിയിലേക്ക് താന്നു പോകുന്നത്. സരസ്വതി ദേവിക്ക് ഒരു ശാപം കിട്ടിയതാണ്. അത്തരം കഥകളൊക്കെ മറ്റൊരു വീഡിയോയിൽ ഞാൻ വീണ്ടും പ്രതിപാദിക്കാം എന്ന ഉറപ്പോടെ I am രാജേഷ് നെടുവേലി. കുംഭമേളയിൽ നമുക്ക് കാണാം എന്ന മറ്റൊരു റിപ്പോർട്ട് കൂടി. ബായ്.